നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ കൊമ്പനാറ്റോ മിനേറോയുടെ ഫൈനൽ മത്സരത്തിൽ അത്ലറ്റിക്കോ എം ജിയും അതുപോലെ ക്രുസൈറോയും തമ്മിൽ നടന്ന മത്സരത്തിനൊടുവിൽ അടിപൊട്ടിയല്ലോ. ഹൾക്കൊക്കെ എജ്ജാതി അടിയായിരുന്നു. ഹൾക്കും റെനൽ ലോദിയും കായോ ഹോർഗയും ഫബ്രീസിയോ ബ്രൂണോയും അടങ്ങുന്ന സൂപ്പർ താരങ്ങളൊക്കെ റെഡ് കാർഡ് കണ്ടുപോയി. 23 താരങ്ങൾക്കാണ് റഫറി റെഡ് കാർഡ് കൊടുത്തത്. അപ്പോൾ ഇത് ഗിന്നസ് റെക്കോർഡാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇത് ബ്രസീലിയൻ റെക്കോർഡാണ്. ബ്രസീലിയൻ ഫുട്ബോളിൽ ഇത്ര റെഡ് കാർഡ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതേസമയം ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ഒഫീഷ്യലി പറയുന്നു ഇതല്ല മക്കളെ ഗിന്നസ് റെക്കോർഡ്. 23 റെഡ് കാർഡൊന്നുമല്ല, 36 റെഡ് കാർഡ് കൊടുത്തൊരു കളി അർജൻറ്റീനയിൽ ഉണ്ടായിട്ടുണ്ട്. അർജൻറ്റീനയിൽ നിന്നുള്ള ആ കളിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ഒഫീഷ്യലി ഇപ്പോൾ അറിയിക്കുന്നു. അപ്പോൾ അതെന്താ സംഭവം? ആ സംഭവം കൃത്യമായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് 2011 ഫെബ്രുവരി 27 അർജൻറ്റൈൻ പ്രീമിയറ ഡി ഡിവിഷനിലാണ് ഈ കളി നടക്കുന്നത്. 2 ക്ലബ്ബുകൾ, അതായത് ക്ലബ് അത്ലറ്റിക്കോ ക്ലായ്പോലും അതുപോലെ വിക്ടോറിയാനോ അറീനാസും തമ്മിൽ നടന്ന മത്സരം. ആ കളിയിൽ 36 പേർക്കാണ് റെഡ് കാർഡ് കൊടുത്തത്. 2 ടീമിലെയും 18 വീതം പേർക്ക് എന്ന് പറഞ്ഞാൽ 11 താരങ്ങൾ ഓൺ ഫീൽഡ് പ്ലെയേഴ്സും 7 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സിനുമായിട്ട് 2 ടീമിൽ നിന്നും 18 വീതം താരങ്ങൾക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തു. റഫറി തൻ്റെ പോസ്റ്റ് മാച്ച് റിപ്പോർട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു കൂട്ടത്തല്ലായിരുന്നു, ജനറലൈസ്ഡ് ബ്രൗളായിരുന്നു എന്നാണ്. ഒരു കൂട്ടത്തല്ലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. ഒരു സീരീസ് ഓഫ് കൺഫ്രണ്ടേഷൻ 2 ടീമിലെ താരങ്ങൾ തമ്മിൽ കളിക്കളത്തിലുണ്ടായിരുന്നു. ഹെവി ടാക്കിൾസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനമാണ് ഇങ്ങനെ ഒരു കടുത്ത അടിയിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് റഫറിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ ഗെയിം അർജൻറ്റൈൻ പ്രീമിയറ ഡിയിലെ 23ാം റൗണ്ട് മത്സരമായിരുന്നു. എന്ന് പറഞ്ഞാൽ അർജൻറ്റൈൻ ഫുട്ബോളിൻ്റെ 5th ടയറിൽ നടന്ന ഒരു മത്സരമാണ്. ഇൻ തിയറി ഒരു റെഗുലേഷൻ ലീഗ് മാച്ചാണ്. അപ്പോൾ ഈ ടീമുകൾ തമ്മിൽ ഇതിനു മുമ്പ് വലിയ റിവൽറി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കളിക്കളത്തിലുണ്ടായ സംഭവങ്ങളുടെ പിന്നാലെ വമ്പനടി പൊട്ടുകയായിരുന്നു എന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇപ്പോൾ ഈ കാര്യം കൺഫേം ചെയ്തുകൊണ്ട്, അതായത് ബ്രസീലിലെ 23 റെഡ് കാർഡുകളല്ല വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൺഫേം ചെയ്തിട്ട് ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ കാര്യം അറിയിക്കുന്നു. ഏതായാലും ബ്രസീലിലെ അടി വലിയ രൂപത്തിൽ ബ്രസീലിയൻ ഫുട്ബോളിന് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഫൈനൽ മത്സരങ്ങളിൽ തോൽക്കുന്ന ടീമുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി അവിടെ നിലനിൽക്കുന്നു എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്സ് തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ സൂപ്പർ താരങ്ങളടക്കം ഹൾക്കൊക്കെ എത്ര സീനിയർ ആയിട്ടുള്ള പ്ലെയറാണ്, അദ്ദേഹം അടക്കം ഇതിൽ ഇൻവോൾവ് ആയി എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ വന്നിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല, അത് വലിയ മോശമായി പോയി, ഞാൻ ആ ഹീറ്റിൽ അങ്ങ് ചെയ്തു പോയതാണ്, ഇങ്ങനെയുള്ളൊരു അടിയിൽ ഇത്ര കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ എക്സാമ്പിൾ ആവേണ്ട ആൾക്കാരല്ലേ, മാതൃകയാവേണ്ടവരല്ലേ, ഇങ്ങനൊരു എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ആ അടി ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ നാണക്കേടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ അടി മുമ്പ് അർജൻറ്റീനയിൽ പൊട്ടിയിട്ടുണ്ടെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.